പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിച്ച പ്രേക്ഷിതാനുഭവങ്ങൾ. തിരുശരീര രക്തങ്ങൾ കരങ്ങളിലേന്തുമ്പോഴുള്ള വൈദികരുടെ സ്നേഹാനുഭവങ്ങൾ. CST സഭയുടെ സങ്കീർണമായ പഞ്ചാബ് രാജസ്ഥാൻ മിഷനിൽ നിരവധി വർഷം മിഷൻ ശുശ്രൂഷകൾ നിർവഹിച്ച CST ക്രിസ്തുജ്യോതി പ്രൊവിൻസ് അംഗവും സഭയുടെ മുൻ ജനറാളുമായ ഫാദർ മാത്യു കുമ്പുക്കൽ CST തന്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 26 വാക്യങ്ങൾ 26 മുതൽ 30 വരെ. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ പഞ്ചാബിൽ നിന്നും വന്ന ഒരു മിഷണറിയാണ്. 40 വർഷമായി ഞാൻ വൈദികനായിട്ട്. 1982 ഏപ്രിൽ 15-ാം തീയതിയായിരുന്നു എനിക്ക് പൗരോഹിത്യം ലഭിച്ചത്. ഈ 40 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം ഒഴുകിയിറങ്ങിയ വർഷങ്ങളായിരുന്നു ഇത്. ഈ അവസരത്തിൽ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ 40 വർഷത്തിനിടയിൽ അച്ഛൻ്റെ ജീവിതത്തിൽ വൈദികൻ എന്ന നിലയിൽ സംതൃപ്തി ഉളവാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിലൊന്നാമത്തെ കാര്യം ഞാൻ ഓർക്കുന്നു, ഞാൻ മിഷൻ സെമിനാരി അലഹബാദിലാണ് എൻ്റെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയത്. ഞങ്ങൾ ഡീക്കനായിരുന്ന സമയത്ത് ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ, ആധ്യാത്മിക പിതാവ് ഫാദർ ജോർജ് മഞ്ചപ്പള്ളി SJ ഞങ്ങളോട് അന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ വളരെയധികം ആഴമായി പതിച്ചു. നിങ്ങൾ വൈദികരായ ശേഷം ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കുവാൻ പാടില്ല. ജനങ്ങളെ ആശീർവദിക്കുന്നതിന് അവസരമുണ്ടാകുമ്പോൾ അതും മുടക്കുവാൻ പാടില്ല. കാരണം ദാറ്റ് വിൽ ബി ആൻ ഇറ്റേണൽ ലോസ്. അത് അനന്തമായ ഒരു നഷ്ടമായിരിക്കും നിങ്ങൾക്കും തിരുസഭയ്ക്കും. കാരണം തിരുസഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിയെ വൈദികനാക്കുന്നത്. ഞാനത് വാക്കാലെ സ്വീകരിച്ച് ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ യാത്ര കാരണമോ അസുഖം കാരണമോ അല്ലാതെ വിശുദ്ധ കുർബാനത്തിൽ നിന്ന് ഒരിക്കലും മുടക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന് എവിടെ എപ്പോൾ എനിക്ക് അവസരം ലഭിക്കുന്നുവോ ഞാൻ അതിൽ ആ സുവിശേഷം പ്രസംഗിക്കുന്നത് എൻ്റെ ഒരു ജീവിത ധർമ്മമായി ഞാൻ എടുത്തിട്ടുണ്ട്. ഭാഷ ഞാൻ നോക്കാറില്ല. ഭാഷയിൽ നൈപുണ്യമില്ലെങ്കിൽ തന്നെയും ഞാൻ സുവിശേഷം പ്രസംഗിക്കും. പഞ്ചാബിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം. മൂന്നാമത്തെ കാര്യം, ഞാനൊരു വൈദികനായി ഇവിടെ നിൽക്കുന്നെങ്കിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്
സ്വർഗീയ മാതാവായ പരിശുദ്ധ കന്യാമറിയം എന്നെ കൈപിടിച്ച് അൾത്താരയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ചെറുപ്പത്തിൽ എനിക്ക് വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കിട്ടിയത്, പിന്നീട് സെമിനാരിയിൽ ഞാൻ വളർത്തിയെടുത്തത്, വൈദികനായ ശേഷവും ആ ഭക്തിയിൽ ഞാൻ വളരാൻ ശ്രമിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ അന്നും ഇന്നും ഞാൻ പരിശ്രമിക്കുന്നു. നാലാമത്തെ കാര്യം, പൗരോഹിത്യധർമ്മം ആവശ്യപ്പെടുന്ന ഒരു കാര്യവും ഞാൻ നിരാകരിച്ചിട്ടില്ല. അതിനൊരു കാരണവുമുണ്ട്. എന്നെ ആദ്യമായിട്ട് വൈദികനായ ശേഷം എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് നിലമ്പൂരിൽ ചാത്തമുണ്ട് എന്ന സ്ഥലത്ത് ഞങ്ങളുടെ നൊവിഷ്യേറ്റ് ഹൗസിൽ അസിസ്റ്റൻ്റ് നൊവീസ് മാസ്റ്ററായിട്ടാണ്. അത് വളരെ ഒരു ദുർഘടം പിടിച്ചൊരു സ്ഥലമായിരുന്നു അന്ന്. കഠിനമായ കാലാവസ്ഥയാണ് നിലമ്പൂരിൽ വേനൽക്കാലത്ത്. ഒരിക്കൽ ഞാൻ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായി വന്ന് അല്പം റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ സുപ്പീരിയർ അച്ഛൻ മുട്ടി വന്ന് വിളിച്ചു. മത്തിവെച്ച നിലമ്പൂരിൽ നിന്നും 4-5 പേര് വന്നിട്ടുണ്ട്. ഒരു ശവടക്കിന് പോകാൻ വേണ്ടിയിട്ടാണ്. നിലമ്പൂർ 35 കിലോമീറ്റർ ദൂരെയാണ്. അതിനുശേഷം 6 കിലോമീറ്റർ നടന്ന് റൂബി നഗർ എന്നൊരു സ്ഥലത്ത് പോയിട്ട് വേണം ഇത് നടത്തുവാൻ. അന്നേരം ഞാൻ എക്സ്പ്രസ് ചെയ്തത് എന്നെക്കൊണ്ട് പറ്റില്ല, അത്രമാത്രം ക്ഷീണിതനാണ്. പക്ഷെ ഞാൻ സംസാരിച്ചില്ല. അത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സുപ്പീരിയർ ഫാദർ സേവർ ഓലിക്കൽ എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ഛാ, ഇത് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ വൈദിക ധർമ്മം, പൗരോഹിത്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യവും ഞാൻ നിരാകരിച്ചിട്ടില്ല. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമായി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ജീവിതം മുഴുവൻ ഞാൻ വിശുദ്ധ കുർബാന കേന്ദ്രീകരണമായി പരിണമിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ മിഷൻ പ്രവർത്തനത്തിലേക്ക് തന്നെ പോകുമ്പോൾ അവിടെയും ഈ ഒരു തത്വം ജീവിത തത്വമായി എടുക്കുവാൻ ഞാൻ പരിശ്രമിച്ചു. എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ കാലം പൗരോഹിത്യ ജീവിതത്തെ എടുക്കുമ്പോൾ ആദ്യത്തെ 20 വർഷം റോമിലുള്ള എൻ്റെ ഉപരിപഠനവും ഞാൻ വിശുദ്ധ കുർബാനയിൽ തന്നെയാണ് ഡോക്ടറേറ്റ് എടുത്തത്. അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന് കേരളത്തിൽ വൈദിക പരിശീലനത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറുപുഷ്പ സഭയുടെ ഭരണ സാരഥ്യം വഹിക്കുന്നതിലും ആയിരുന്നു 20 വർഷം. പിന്നീടുള്ള 20 വർഷം ഞാൻ രാജസ്ഥാനിലും പഞ്ചാബിലുമാണ് ചിലവഴിച്ചത്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യൂക്രിസ്റ്റിക് എക്സ്പീരിയൻസ്, ഒരു കുർബാനയുടെ ഒരു അനുഭവമാണ് എൻ്റെ മിഷൻ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. ഞാൻ ആദ്യമായി എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്ന് 2000 ജൂൺ 28 രാജസ്ഥാനിലെ ഏറ്റവും ചൂടുള്ള ഒരു സ്ഥലമായ ബിക്കാനേർ എന്ന മിഷൻ സ്റ്റേഷനിൽ ചെന്ന് 10 ദിവസത്തിനകം അവിടെ നിന്ന് സുപ്പീരിയറിനോട് അനുവാദം മേടിച്ച് ഞാൻ തിരിച്ചു പോരണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ADM അസിസ്റ്റൻറ്റ് കളക്ടറും അദ്ദേഹത്തിൻ്റെ 2 മക്കളും ആയിട്ട് അവിടെ വന്നു. അഡ്മിഷന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ. അദ്ദേഹം എന്നോട് ചോദിച്ചു, വളരെ കഠിനമായ ചൂടിൻ്റെ സമയമാണ്, 48 ഡിഗ്രി 49 ഡിഗ്രി ഉള്ള അവസരത്തിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഫാദർ, ലീവിങ് ദ ബ്യൂട്ടിഫുൾ കേരള, വൈ ഡിഡ് യു കം ഓവർ ഹിയർ? മനോഹരമായ കേരളത്തെ വിട്ടെറിഞ്ഞിട്ട് അച്ഛൻ എന്തുകൊണ്ടാണ് ഈ രാജസ്ഥാനിലേക്ക് വന്നത്? ആ ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്തുത്തരം പറയണമെന്ന് ഒരു ദിവസം ഞാൻ മടിച്ചു. പതുക്കെ ഞാൻ എൻ്റെ കസേര പതുക്കെ പ്രവർത്തിച്ചിട്ട് അവിടെ എൻ്റെ ഓഫീസിൽ തന്നെ ഒരു ക്രൂശിത രൂപമുണ്ടായിരുന്നു. ആ ക്രൂശിത രൂപത്തേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, സർ, ബിക്കോസ് ഓഫ് ഹിം, അവിടുന്ന് കാരണമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പിന്നീട് എന്നോടൊരു ചോദ്യം ചോദിച്ചില്ല, ഞാനൊരു ഉത്തരം വേറെ കൊടുക്കേണ്ടി വന്നില്ല. എൻ്റെ ജീവിതത്തെ അന്ന് മുതൽ ഇന്ന് വരെയും മിഷനിൽ പിടിച്ചു നിർത്തിയ ഒരു ഉത്തരമാണത്. ജീവിതത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടായി, വേദന ഉണ്ടാകുന്നു, പ്രയാസങ്ങളുണ്ടാകുന്നു, പ്രതിസന്ധികളുണ്ടാകുന്നു. ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരുന്നത് ചാപ്പലിലുള്ള ആ വിശുദ്ധ കുരിശിൻ്റെ മുമ്പിൽ. അതുപോലെ തന്നെ ആ കുരിശാണല്ലോ വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. കാരണം യേശു കുരിശിൽ മരിച്ചത് കുർബാനയാകുവാനാണ്. അതുകൊണ്ട് കുർബാനയെ നോക്കിക്കൊണ്ട്
ചിലപ്പോൾ കണ്ണുനീരോടെ ഞാൻ കർത്താവിനോട് പറയും, ബിക്കോസ് ഓഫ് യു, അങ്ങ് കാരണമാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പിന്നെ 10 സെക്കൻഡ് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിനുള്ള പരിഹാരം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതാണ് എൻ്റെ ആദ്യത്തെ യൂക്രിസ്റ്റിക് മിഷൻ എക്സ്പീരിയൻസ്. കുർബാന മിഷൻ അനുഭവം അതാണ്. ചിലപ്പോൾ എനിക്ക് ഉന്നതമായ പദവി ലഭിച്ചപ്പോൾ, സഭയിൽ തന്നെ ഉന്നതമായ അധികാരം ലഭിച്ചപ്പോൾ, ചിലപ്പോൾ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഉയർച്ചയുടെയും പദവിയിലേക്കുമ്പോൾ ഞാൻ ചാപലിൽ ചെന്നിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കർത്താവ് തിരിച്ച് ആ ചോദ്യം എന്നോട് ചോദിക്കുന്നതായിട്ട്, ബിക്കോസ് ഓഫ് മീ, ഞാൻ കാരണമാണ് എനിക്ക് ഈ ഉന്നതി വന്നിരിക്കുന്നത്, ഞാൻ കാരണമാണ് നീ ഇത്ര ഉയർന്ന ലെവലിലേക്ക് വരുന്നത്, അതുകൊണ്ട് എന്നെ പോലെ എളിയവനായിരിക്കുക. ഇതാണ് എൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. വിശുദ്ധ കുർബാനയെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തെപ്പറ്റിയും കൂടെ എൻ്റെ മനസ്സിൽ വരികയാണ്. ഞങ്ങളുടെ ഇടവക വളരെ വികസിക്കാത്ത ഒരു ഇടവകയായിരുന്നു. എന്നാൽ 40 വർഷങ്ങൾക്ക് മുമ്പ്, 55 വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറിയൊരു ഓല ഷെഡിലായിരുന്നു ഞങ്ങളുടെ പള്ളി. ഞങ്ങളെ ഒരുക്കിയത് ഫിലിപ്പ് മുറിഞ്ഞുകല്ലേൽ എന്ന ഒരു വല്യച്ഛനായിരുന്നു. തലശ്ശേരി രൂപതയിലെ ആദ്യത്തെ പ്രഗത്ഭനായ മിഷണറിമാരിൽ ഒരാളായിരുന്നു. അന്ന് എന്തൊക്കെയാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്കതൊന്നും ഓർമ്മയില്ല. പക്ഷെ അന്ന് ഫിലിപ്പച്ചൻ പഠിപ്പിച്ച ഒരു പാട്ടെൻ്റെ മനസ്സിൽ എപ്പോഴും അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ട്. അതിതാണ്, ദൈവത്തിൻ്റെ ഏകപുത്രൻ മനുഷ്യനായി പിറന്നു, കുരിശിന്മേൽ ആണികളാൽ നാഥൻ തൂങ്ങി മരിച്ചു. ഈ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ എന്നും തളം കെട്ടി നിന്നിരുന്നു. പിന്നീട് ഞാൻ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി, ദൈവശാസ്ത്രം, ക്രൈസ്തവ ദൈവശാസ്ത്രം മുഴുവൻ ഈ ഒരു കൊച്ചു പാട്ടിൽ അടങ്ങിയിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ഏകപുത്രൻ കുരിശിൽ മരിച്ചു, കുരിശിൽ ആണികളിൽ തൂങ്ങി മരിച്ചു, അങ്ങനെ മനുഷ്യരക്ഷ ഭാവിച്ചു. ആ യേശുവാണ് ഇന്ന് സക്രാരിയിലിരിക്കുന്ന യേശു. ഈ ഒരു അനുഭവം അന്നും ഇന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പാട്ട് അറിയാതെ പലപ്പോഴും മൂളിപ്പാട്ടതായിട്ട് തന്നെ എന്നിലേക്ക് കടന്നു വരും. ഇനി വിശുദ്ധ കുർബാന, പ്രത്യേകിച്ച് മിഷൻ അനുഭവം എന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ ഫരീദാബാദ് രൂപതയുടെ ഒരു ചെറിയ മിഷൻ സ്റ്റേഷനിൽ, ജെയ്ത്തോ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ മിഷൻ സ്റ്റേഷനിലായിരുന്നു. അവിടെ ഞങ്ങൾ 3 അച്ഛന്മാർ ചെറിയൊരു ഭവനത്തിലായിരുന്നു താമസിച്ചത്. പാരലായിരുന്നു ഞങ്ങളുടെ പള്ളി. ഞായറാഴ്ച 40-50 പേരോളം വരും. ഒന്നിച്ചിരുന്ന് വിശുദ്ധ കുർബാന ചെല്ലുക എന്ന് പറയുന്നത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ആ പാവപ്പെട്ട മനുഷ്യർക്ക് വിശുദ്ധ കുർബാന എന്തെന്ന് അതിൻ്റെ ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ലെങ്കിലും അവരിതിൽ കണ്ണുമടച്ച് വിശ്വസിച്ച് വയ്ക്കുന്നവരാണ് യേശു ഈ അപ്പത്തിലുണ്ട് എന്ന്. അവരുടെ വിശ്വാസം ഞങ്ങളെയും ധന്യരാക്കുന്നുണ്ടായിരുന്നു. പാടുകയും ആടുകയും അങ്ങനെ 2-2.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ചിലവഴിക്കുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഒരു യൂക്രിസ്റ്റിക് അനുഭവമാണ്. ഇതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് മറ്റൊരു വേദിയിൽ, മറ്റൊരു തലത്തിൽ നമുക്ക് കിട്ടുകയില്ല. കാരണം കർത്താവ് നൽകുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ ജീവിത അനുഭവമാണ് യൂക്രിസ്റ്റിക് എക്സ്പീരിയൻസ്, കുർബാന അനുഭവം. അതാണ് ഈ കഴിഞ്ഞ 40 വർഷം ഞാൻ അനുഭവിച്ചു കൊണ്ടുവരുന്നത്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി, ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ.
ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. എനിക്ക് പൗരോഹിത്യം കിട്ടിയ അന്ന് മുതൽ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ സ്വർഗീയ അമ്മയുടെ ദിവ്യ സാന്നിധ്യം എന്നോടുകൂടെ സജീവമായി അനുഭവപ്പെടുന്നുണ്ട്. അത് ഏറ്റവും ഇൻറ്റൻസീവായിട്ട് പൂർണ്ണമായ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടത് 1994 ഫാത്തിമയിൽ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് ഇന്നൊരു ചാപ്പലാണ്. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അമ്മയുടെ ദിവ്യ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിച്ച ഒരു നിമിഷമായിരുന്നു അത്. ഇന്നും ഞാൻ അൾത്താരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അമ്മയോട് പ്രാർത്ഥിച്ച ശേഷമേ ഞാൻ പ്രവേശിക്കാറുള്ളൂ. അമ്മ എന്നെ കൈപിടിച്ചിട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കാരണം എളിയവനും ബലഹീനനും പാപിയായ എന്നെ അമ്മയുടെ വിശുദ്ധിയിലാണ് ഈ കുർബാന അർപ്പിക്കുവാൻ അമ്മ നയിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കാം, പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രമുണ്ട് ഉണ്ണീശോയെ കൈപ്പിടിച്ച് ഇപ്രകാരം കാണിക്കുന്നത്. ഞാൻ വിശുദ്ധ കുർബാന സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പമാവുന്നു എന്ന് പറയുന്ന ആ രംഗം വരുമ്പോൾ എപ്പോഴും തോർക്കും. പരിശുദ്ധ അമ്മ എപ്രകാരം ഈശോയെ കാണിച്ചോ അതുപോലെ അത്രയും ഭാഗ്യമാണ് ഈശോയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിനു മുമ്പിൽ എനിക്ക് പറയാൻ സാധിക്കുക, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാവുന്നു എന്ന്. അതൊരു അനുഭവമാണ്. എന്തുകൊണ്ട് അമ്മ ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മളോടൊപ്പം നിൽക്കുന്നു? കാരണം യേശുനാഥൻ കുരിശിൽ വെച്ച് അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. മകനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ഞാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് യേശു അമ്മയെ ഏൽപ്പിച്ചത് എന്നെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈശോ മരിച്ചത് കുർബാനയാകാനാണ്. ആ കുർബാന അമ്മ വഴി, അമ്മയിലൂടെ, വൈദികരിലൂടെ അത് തുടരുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈ ഒരു അനുഭവം എല്ലാ ദിവസവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ ആ മധ്യസ്ഥതയും അതുപോലെ തന്നെ വിശുദ്ധരുടെ സാന്നിധ്യവും വിശുദ്ധ കുർബാനയിലെ ഒരു സജീവമായ അനുഭവമാണ്. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വേദനയുടെ നിമിഷത്തിലും എനിക്ക് ആശ്വാസവും ധൈര്യവും ശക്തിയും ഊർജവും നൽകുന്നത് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിക്കുമ്പോഴാണ്. പ്രത്യേകമായി ഒരു സമൂഹത്തോടൊന്നിച്ച് അർലിക്കായിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ച ശേഷം ഒരു വൈദ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ്, അവൻ്റെ അവകാശം, ദിവ്യമായ അവകാശമാണ് ആ അരളിക്ക വെച്ച് ആശീർവദിക്കുക എന്നത്. എൻ്റെ അനുഭവം, ഞാനങ്ങനെ ആശീർവദിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു സമൂഹത്തെയല്ല, ഞാൻ എവിടെയോ ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ
ഭൂഗോളത്തിന് മുകളിൽ നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ ആശീർവദിക്കുന്ന ഒരനുഭവമാണ് എനിക്കുള്ളത്. എളിയവനും പാപിയുമായ എന്നെ ദൈവം ഇത്രയും വലിയ ഒരു കാര്യത്തിനായി ഒരുക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും കണ്ണീർ തുള്ളികൾ തന്നെ എന്നിൽ നിന്നും വീഴാറുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവം എനിക്ക് എത്രയോ വലിയ ഭാഗ്യമാണ് തന്നത്. അവിടുത്തെ തിരുക്കുമാരനെ ഓസ്തിയിൽ കയ്യിൽ ഉയർത്തി ലോകത്തെ കാണിക്കുവാനും ആ ഓസ്തിയെ തിരുക്കുമാരനെ മറ്റുള്ളവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുവാനും നാവിൽ വെച്ച് കൊടുക്കുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ അനുഭവമാണ്, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഞാൻ കാസയെടുത്ത് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കുറച്ച് നേരം, ഒരു 10 സെക്കൻഡ് നേരം അമർത്തി വെച്ചുകൊണ്ടിരിക്കും. അതിനൊരു കഥയുണ്ട്. ഒരിക്കൽ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ കുർബാന സ്വീകരിച്ച ശേഷം ഈ കാസ അച്ഛൻ്റെ നെഞ്ചോട് ചേർത്ത് ഈശോയെ അങ്ങേ ഞാൻ ആശ്വസിപ്പിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറയണം. ഞാനത് ഒരു മാതാവ് തന്നെ എന്നോട് പറയുന്ന ഒരു വാക്കായിട്ടെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു അനുഷ്ഠാനം ഞാൻ ചെയ്യുന്നുണ്ട്. അതൊരു ദിവ്യ അനുഭവമാണ് എന്നെ സംബന്ധിച്ച്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. വിശുദ്ധ ജോൺ ക്രിസോസ്തം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ കരങ്ങൾ അദൃശ്യമായി നമ്മിലേക്ക് നീട്ടപ്പെട്ടിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. വിശുദ്ധ കുർബാനയിൽ കുദാശ വചനങ്ങൾ ഞാൻ പറയുമ്പോൾ പലപ്പോഴും വികാരഭരിതനായി തീരാറുണ്ട്. അതിനൊരു കാരണം, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എടുക്കുന്ന അപ്പവും ഞാൻ എടുക്കുന്ന വീഞ്ഞും ഇന്നോ ഇന്നലെയോ ഇവിടെ ഉണ്ടാക്കിയതല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ എടുത്ത അപ്പത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അപ്പം. യേശുനാഥൻ എടുത്ത ആ വീഞ്ഞിൻ്റെ ഒരു തുള്ളി വീഞ്ഞാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഈ വീഞ്ഞ്. കാരണം യേശു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. യേശു ഒരു ബലിയെ അർപ്പിച്ചിട്ടുള്ളൂ, യേശു ഒരു കുർബാനയെ സ്ഥാപിച്ചിട്ടുള്ളൂ. ആ കുർബാനയിലെ ഒരപ്പത്തിൽ നിന്നും ബാക്കി ഭാഗം എനിക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായി യേശു മാറ്റിവെച്ചിരിക്കുന്നു. ഒരു തുള്ളി വീഞ്ഞ് എനിക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഈ ഒരു വിശ്വാസമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എന്നിൽ ഉളവാകുന്നത്. അത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വലിയ ദിവ്യരഹസ്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. മർത്യകുലത്തിനു രക്ഷയേകാൻ സ്വർഗസൗഭാഗ്യം കനിഞ്ഞു നൽകി മർത്യനായി ഭൂമിയിൽ വന്നു നാഥൻ നിത്യവും നമ്മോടു
കൂടെ വാഴാൻ മർത്യകുലത്തിനു രക്ഷയേകാൻ സ്വർഗ സൗഭാഗ്യം കനിഞ്ഞു നൽകി മർത്യനായി ഭൂമിയിൽ വന്നു നാഥൻ നിത്യവും നമ്മോടു കൂടെ വാഴാൻ ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ ദിവ്യകാരുണ്യ സ്വരൂപനായി. 40 വർഷമായി ഞാനൊരു വൈദികനായിട്ട് ഇന്ന് ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനിയും ഞാൻ എത്ര നാൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുവോ അത്രയും നാൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ഈ വിശുദ്ധ അപ്പത്തിൽ യേശുവിനെ ഉയർത്തി മറ്റുള്ളവർക്ക് നൽകുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണമേ എന്ന് മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കൈകളെ ആശീർവദിച്ച് അഭിഷേകം ചെയ്ത ഈ കൈകൾ കൊണ്ട് ആയിരങ്ങളെ ആശീർവദിക്കാനുള്ള വരവും അനുഗ്രഹവും നൽകണമേ എന്ന് മാത്രമേ എനിക്ക് ദൈവത്തോട് അപേക്ഷയുള്ളൂ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാം ബലിവേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത